ഹലോ. ഇപ്രാവശ്യത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നത് തൊടുപുഴ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടായിരുന്നു. മാർച്ച് 17 മുതൽ 23 വരെ, അതായത് ഇന്ന് വരെയാണ് കലോത്സവം നടക്കുന്നത്. ഇന്നാണ് ഫൈനൽ ഡേ. ഞാൻ ഏകദേശം 5 വർഷത്തോളം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജസിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും കലോത്സവം പോയിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഭാഗ്യത്തിനേക്കാൾ കൂടുതലായിട്ട് പോകാനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സായിട്ട് കലോത്സവം നടക്കുന്ന ആ ഒരു സമയത്ത് പോകാമെന്നൊരു പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ, ഇപ്പോൾ ഞാൻ പോലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടോ നമ്മൾ ഇതുവരെ കലോത്സവത്തിന് പോയിട്ടില്ല. ബട്ട് എന്നാൽ പോലും കോളേജിൽ പഠിക്കുന്ന സമയത്തും കോളേജ് കഴിഞ്ഞ സമയത്തും ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ, ഒരു വിഷ് ലിസ്റ്റ് പോലെ മനസ്സിൽ കിടന്നൊരു കാര്യമായിരുന്നു എപ്പോഴെങ്കിലും കലോത്സവം പോയി ഒന്ന് കാണണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഇപ്രാവശ്യമാണെങ്കിൽ പോലും കലോത്സവം നടക്കുന്നത് എന്നാണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് ഫ്രണ്ട് വിളിച്ചിട്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കലോത്സവം നടക്കുന്നുണ്ട്, ഇന്ന് 20th ഞാൻ പോയിട്ടുണ്ടായിരുന്നത് 20th. അത് നാടൻ പാട്ടായിരുന്നു മെയിൻ ഗ്രൂപ്പായിട്ട് വരുന്നത് 6 മണിക്ക്. അപ്പോൾ നമുക്കത് കാണാൻ പോകാമെന്നൊരു പ്ലാനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ റൂട്ടിൽ പോകാനായിട്ട്, ചുറ്റും മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ കുറച്ച് ദൂരം പോയതിന് ശേഷം ഒരു കഫേയിലേക്കായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കോഫി കുടിക്കാനൊരു പ്ലാനിലായിരുന്നു. അവിടെ നിന്ന് ഒരു കട്ട്ലേറ്റും ഇലയുടെയും കഴിച്ചിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് കോഫി ഒന്ന് കുടിക്കുന്ന ടൈം വരെ മാത്രം ഇരുന്നിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ക്യാമ്പസിലേക്കായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് നേരം ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നടന്ന് കാണാനുണ്ടായിരുന്നു. ക്യാമ്പസ് വലിയൊരു ക്യാമ്പസായിരുന്നു. നമ്മൾ ഓരോ വേദിയിലും പോയിട്ട് എന്താണ് മെയിൻ പ്രോഗ്രാംസ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പല സ്ഥലത്ത് പോയ സമയത്തും വ്ലോഗ് എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതുപോലെ നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നാടൻപാട്ട് കാണാൻ പോകാമെന്നുള്ള പ്ലാനിലായതുകൊണ്ട് തന്നെ വേദി 1 കേരളം, ഈ ഒരു മെയിൻ സ്റ്റേജിലായിരുന്നു ഗ്രൂപ്പ് ഐറ്റംസ് എല്ലാം ഈവനിങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കാണാനും പോയതുകൊണ്ട് കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 6 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 8 മണി ആവാറായ സമയത്തായിരുന്നു. പിന്നെ കലോത്സവങ്ങളിൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ലേറ്റ് ആയിട്ടുണ്ടാവുക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടത് ഒരു 3-4 പ്രോഗ്രാംസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നാടൻപാട്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കണ്ടതിൽ എനിക്ക് ഇവരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UC കോളേജിൻ്റെ പ്രോഗ്രാമായിരുന്നു, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കണ്ടു നിൽക്കുന്നവർ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു പ്രോഗ്രാമായിരുന്നു ഇവരുടെ. നിങ്ങൾ എന്തെങ്കിലും കണ്ടു നോക്ക്. അങ്ങനെ 1-2 ഐറ്റംസ് എല്ലാം കണ്ടതിന് ശേഷമായിരുന്നു നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പുട്ടും ബീഫും പപ്പടവും കാപ്പിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കാപ്പിയായിരുന്നു. ഏകദേശം നമ്മളൊരു കുറച്ചധികം ലേറ്റ് നൈറ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ഹോം ടൗണിലേക്ക് തിരിച്ചെത്തിയത്.